Hi friends, welcome to deindiancuisines. നമ്മുടെ ഇന്നത്തെ റെസിപ്പിയാണ് പനീർ ബുർജി പറാഠ. അപ്പോൾ നമ്മളിവിടെ ആദ്യം പനീർ ബുർജി ഉണ്ടാക്കിയിട്ട് അതാണ് പറാഠയ്ക്ക് സ്റ്റഫിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ പനീർ പറാഠയും കാട്ടിയും ഇത് കുറച്ചും കൂടെ ഫ്ലേവർഫുള്ളും സ്പൈസിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബുർജിക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. പിന്നെ എടുത്തേക്കുന്ന ഒരു മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 1/4 ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം എത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അങ്ങനെ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറാഠ ചിലപ്പോൾ പരത്തുമ്പം പൊട്ടിപ്പോവും. പിന്നെ ഞാനൊരു 2 പിടി ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ്ഡ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്ന ഫ്രോസൺ പനീറാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 150 ഗ്രാം വരും. അപ്പം ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടതിന് ശേഷം സ്ട്രെയിൻ ചെയ്തതിന് ശേഷം കൈകൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ചെടുത്തേക്കാണ്. ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് സ്പൈസസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും എണ്ണയും. ഇപ്പോൾ പാൻ ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആഡ് ചെയ്യുക. നമുക്കിതൊന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കാം, ഒന്ന് നിറം മാറി വരുന്നത് വരെ. പിന്നെ ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. പിന്നെ സവാള നന്നായിട്ടൊന്ന് നിറം മാറി വരുന്നത് വരെ നമുക്കിത് സോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യുക. ക്യാപ്സിക്കം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് 2-3 മിനിറ്റ് കൂടെ സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി ഇനി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ തക്കാളി ഒരുവിധം നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഫ്ലെയിം കുറച്ചതിന് ശേഷം വേണം സ്പൈസ് ആഡ് ചെയ്ത് കൊടുക്കാൻ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഇതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്യുക. ഗ്രീൻ പീസ് ആഡ് ചെയ്ത് വീണ്ടും ഒരു 2-3 മിനിറ്റ് നമുക്കിത് വഴറ്റാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പനീർ ആഡ് ചെയ്ത് കൊടുക്കുക. പനീർ ആഡ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മല്ലിയില ആഡ് ചെയ്യുക. മല്ലിയില ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടെ വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. കാരണം നമ്മളിത് പറാഠയ്ക്ക് സ്റ്റഫിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. അതല്ല നമുക്ക് ചപ്പാത്തിക്ക് കറിയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയിട്ട് എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു അല്പം ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചും കൂടെ നമുക്ക് റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ബുർജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ നമുക്കിനി ആട്ട കുഴയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കരിഞ്ജീരകം, കുറച്ച് നെയ്യ് പറാഠ ചുട്ടെടുക്കാനായിട്ട്, ഒരു 1/2 ടീസ്പൂൺ ഓമം. അപ്പോൾ ഇതിൽ കരിഞ്ജീരകവും ഓമവും വന്നിട്ട് ഓപ്ഷണലാണ്. അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ സാധാരണ പറാഠ ഉണ്ടാക്കുമ്പോൾ ഇത് രണ്ടും മാവിൽ മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിനി കുഴച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഓമവും കരിഞ്ജീരകവും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കരിഞ്ജീരകത്തിന് ബ്ലാക്ക് സീഡ് എന്നും പറയും. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പോൾ പറാഠയ്ക്ക് മാവ് കുഴയ്ക്കുമ്പോഴത്തേക്കും ഒരല്പം കട്ടിക്ക് വേണം കുഴച്ചെടുക്കാനായിട്ട്. ചപ്പാത്തി മാവിൻ്റെ അത്രയും സോഫ്റ്റ് ആവരുത്. സോഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പരത്തുമ്പോൾ അത് എളുപ്പം പൊട്ടിപ്പോവും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഒരു 30 മിനിറ്റ്സ് ഇതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഞാൻ ഇവിടെ നമ്മുടെ മാവ് ബോൾസാക്കി ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരല്പം വലിയ ബോൾസാക്കി വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ പനീർ നന്നായിട്ട് നമുക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പരത്തിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മാവിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം
പരത്തിയെടുക്കുക. അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു സർക്കിളുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് സ്റ്റഫിങ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വലിയ വലിയ ബോൾസ് എടുത്തുകൊണ്ട് തന്നെ ഞാൻ സ്റ്റഫിങ്ങും ഒരല്പം കൂടുതലാണ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത്. നമുക്കിത് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ പ്ലീറ്റ് എടുക്കുന്ന പോലെ ഇതുപോലെ എടുത്ത് വേണം ഇത് ക്ലോസ് ചെയ്യാനായിട്ട്. അപ്പം നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ടൊന്ന് നന്നായിട്ട് പരത്തി കൊടുക്കുക. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തുള്ള സ്റ്റഫിങ് ഈക്വലായിട്ട് എല്ലാ സൈഡിലേക്കും ഡിവൈഡ് ആവും. ആദ്യമേ നമ്മുടെ റോളിംഗ് പിന്ന് വെച്ചിട്ട് പരത്തരുത്, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റഫിങ് എല്ലാം കൂടെ ഒരു സൈഡിലേക്കായിരിക്കും പോകുന്നത്. അതിന് ശേഷം നന്നായിട്ട് മാവിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. നമുക്കിനി പതുക്കെ ഇത് പരത്തിയെടുക്കാം. അധികം ഫോഴ്സ് അപ്ലൈ ചെയ്യരുത്. അതുപോലെ പരത്തുമ്പം തിരിച്ചും മറിച്ചും ഇട്ട് പരത്തരുത്, ഒരേ സൈഡ് വെച്ച് തന്നെ പരത്തിയെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എളുപ്പം പൊട്ടും. അപ്പം നമ്മൾ പരത്തുമ്പോഴത്തേക്ക് ഇതുപോലെ ഗ്രീൻ പീസൊക്കെ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് നമുക്ക് പുറത്ത് കാണാൻ പറ്റും. അത് കുഴപ്പമില്ല, കാരണം നമ്മൾ ഗ്രീൻ പീസ് ഒന്നും മാഷ് ചെയ്തിട്ടല്ല ഇട്ടേക്കുന്നത്. പക്ഷേ അത് പ്രശ്നമില്ല, കാരണം നമ്മുടെ പറാട്ട എന്തായാലും പൊട്ടിപ്പോകത്തില്ല. അപ്പം നമുക്കിതിനി ചുട്ടെടുക്കാം. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം പറാട്ട ഇനി ചുട്ടെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എളുപ്പം കരിഞ്ഞു പോകും. അപ്പോൾ രണ്ട് സൈഡും ഒന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം ആവശ്യത്തിന് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. ഗീയോ ബട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പറാട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള പറാട്ടയും ചുട്ടെടുക്കുക. അപ്പോൾ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സാധാരണ പനീർ പറാട്ടയും കാട്ടി ഇത് കുറച്ചും കൂടെ ഫ്ലേവർഫുള്ളാണ്. അതുപോലെ തന്നെ പിള്ളേർക്കൊക്കെ ചപ്പാത്തിയുടെ കൂടെ ബുർജി കറിയായിട്ട് കൊടുക്കുന്നതിനേയും കാട്ടി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. Also please like, subscribe and press the bell icon for regular updates. Thank you for watching.